എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓവനും തന്തൂറും ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു നാനിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നാൻ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷേ ഇത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു നാൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് വെക്കണം. ഈസ്റ്റ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഈസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടൊന്ന് ഇങ്ങനെ ആക്കിയെടുത്തത്. തരിതരിയുള്ള വലിയ തരികളുള്ള ഈസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം. അത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ശരിയാവില്ല. അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വെക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കരുത്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈസ്റ്റ് ഫെർമെൻ്റായിട്ട് വരില്ല. ഉപ്പിട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഈസ്റ്റ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നല്ലൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു നാൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുഴച്ച് വരുമ്പോൾ ലൂസായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ ലൂസാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മൈദയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് മയമാക്കിയാൽ മതിയാകും. ഈ ഒരു മാവിൽ നമ്മൾ തൈരും എണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കിട്ടുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഡബിളായി കിട്ടും. ഇപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വെറും 1 മണിക്കൂർ മതി ഇത് പൊങ്ങിക്കിട്ടാനായിട്ട്. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് ടെമ്പറേച്ചറുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു പാത്രം സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്യാം. ഒന്നുകിൽ പ്ലാസ്റ്റിക് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നനഞ്ഞ ടവൽ ഇതിന് മുകളിൽ ഇട്ടാലും മതിയാകും. അപ്പോൾ ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. ഞാനിവിടെ ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഡബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഡബിളായിട്ട് പൊങ്ങി വരും. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളിത് ഒന്ന് പരത്തിയിട്ട് നമുക്ക് നാനാക്കി എടുക്കാം. ഇത് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഓവനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം നമ്മൾ തവയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ തവയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് തവയിൽ സാധാരണ ചപ്പാത്തി പോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നാനിൻ്റെ പോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലൊന്നും വരണമെന്നില്ല. ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് സാധാരണ നാനിൻ്റെ ഷേപ്പ് വരാറുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം.
ഇനി നിങ്ങൾ ഇരുമ്പ് തവയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒന്ന് വെള്ളം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുമിളകൾ വരുമ്പോൾ നമുക്ക് തവ എടുത്ത് തിരിച്ച് ഫ്ലെയിമിൽ കാണിച്ചു കൊടുത്താലും മതി. പക്ഷെ നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, ഗ്യാസ് ഫ്ലെയിമിൽ. അപ്പോൾ അതുപോലെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇതുപോലെ തവയിൽ സാധാ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കാനും പറ്റും. ഇപ്പം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് കുമിളകൾ വരും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും അതൊരു നാൻ പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ശരിക്കും ഒരു നാൻ പോലെ തന്നെയാണ് ഇതുള്ളത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു നാന കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് ബട്ടർ ഇതിലേക്ക് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ ഗാർലിക് നാൻ പോലെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ടൊന്ന് ചതച്ചതും കുറച്ച് മല്ലിയിലയും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ മല്ലിയിലയും വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിച്ച് ഇരിക്കില്ല, നോൺ സ്റ്റിക്ക് അതുകൊണ്ട് ഇരുമ്പ് പാത്രം ഈ ഒരു അടുപ്പിൽ വെക്കാനും പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ കാണിച്ചു തരായിരുന്നു. പക്ഷേ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ച് കോംബോയുടെ കൂടെയാണ് ഈ ഒരു നാന സെർവ് ചെയ്തത്. അപ്പോൾ ഈ ലഞ്ച് കോംബോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വരും ദിവസങ്ങളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാനിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്